ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ടെക്സ്റ്റ് ട്യൂട്ടർ. സോ നമ്മളിപ്പോൾ 10th ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ശബ്ദ തരംഗങ്ങൾ എന്നാണ് ചാപ്റ്ററിൻ്റെ പേര്. നമുക്കറിയാം, നിങ്ങൾ 9th ഫിസിക്സിൽ അവസാനമായിട്ട് പഠിച്ചിട്ടുള്ള ചാപ്റ്ററിൻ്റെ പേര് എന്താണ്? സൗണ്ട് എന്നാണ്. അതായത് ശബ്ദ തരംഗങ്ങളെ കുറിച്ചുള്ള ഭാഗങ്ങളാണ് നമ്മൾ അവസാനം പഠിച്ചു നിർത്തിയിട്ടുള്ളത് 9th. അതിൽ നിന്നാണ് നമ്മൾ 10th ചാപ്റ്റർ തുടങ്ങുന്നത്. നിങ്ങൾക്കറിയാം, 10th ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സിലബസിലൊക്കെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ വാല്യുവേഷൻസിലും എല്ലാത്തിലും കുറച്ച് ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ശബ്ദ തരംഗങ്ങൾ പഠിച്ചു തുടങ്ങുമ്പോൾ തന്നെ നല്ല രീതിയിൽ പഠിക്കുക. കാരണം നമുക്ക് 10th നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നന്നായിട്ട് പഠിക്കണം, നല്ല രീതിയിലൊന്ന് ഹാർഡ് വർക്ക് ചെയ്യുക. അപ്പോൾ ടെക്സ്റ്റൊക്കെ മാറുന്നതിനനുസരിച്ച് നമ്മൾ പറഞ്ഞു വാല്യുവേഷന് മാറ്റങ്ങൾ വരുന്നു. അപ്പോൾ നമ്മൾ നല്ലോണം പഠിച്ചാലാണ് നമുക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ സാധിക്കുള്ളൂ. അപ്പം അതൊക്കെ മനസ്സിലാക്കി തുടക്കം മുതലേ 10th എന്നുള്ളൊരു സീരിയസ്നെസ്സോടെ പഠിക്കാൻ ശ്രമിക്കാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചാപ്റ്ററിലേക്ക് പോകാം. ശബ്ദ തരംഗങ്ങൾ. നിങ്ങൾക്കറിയാം, ഞാൻ പറഞ്ഞു നിങ്ങൾ 9th അവസാനം പഠിച്ചിട്ടുള്ള ചാപ്റ്റർ ശബ്ദ തരംഗങ്ങളാണ്. അതുപോലെ തന്നെ നമ്മൾ 8th ഈ ഒരു ശബ്ദ തരംഗങ്ങളെ കുറിച്ചൊക്കെ ഉള്ള കാര്യങ്ങൾ ചെറുതായിട്ട് പഠിച്ചു പോയിട്ടുണ്ട്. 9th കുറച്ചുകൂടെ പഠിച്ചിട്ടുണ്ട്. ഇവിടെ നിങ്ങൾ പഠിച്ച കാര്യങ്ങളും അതോടൊപ്പം കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള പുതിയ കുറച്ച് ടേംസുകളും അത് റിലേറ്റ് ആയിട്ടുള്ള കണ്ടന്റുകളും കുറച്ച് ഇക്വേഷൻസും പ്രോബ്ലംസും ഒക്കെ വരുന്നുണ്ട്. അപ്പം മുമ്പ് പഠിച്ചവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ തുടക്കമൊക്കെ മനസ്സിലാവാൻ സാധിക്കും. ഇല്ലാത്തവർ നമ്മളെ കൂടെ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. ചാപ്റ്ററിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് കുറച്ച് വലുതാണ്. കുറച്ചുകൂടെ എണ്ണം പേജസ് ഉണ്ടെങ്കിൽ പോലും കണ്ടന്റ് എന്താണ് നമുക്ക് ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. നമ്മൾ പഠിച്ച കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ശബ്ദ തരംഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ കുറേ നിങ്ങൾക്ക് അറിയാം. അതൊക്കെ ഒന്ന് ഓർത്തെടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമുക്കൊന്ന് ക്ലാസ്സിലേക്ക് പോവാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്താണ്? നമ്മളെ ഈ ഒരു പിക്ചറിൽ കാണാൻ സാധിക്കുന്നത് എന്താണ്? സ്കൂളാണ്. ഇവിടെ ഗ്രൗണ്ടിൽ കുട്ടികൾ എന്താണ് ഇവിടെ ഊഞ്ഞാലാടാണ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഈ കുട്ടി പറയുന്നത് എന്താണ്? ടീച്ചർ, ഈ കുട്ടി 10 ആട്ടം കഴിഞ്ഞു, ഇറങ്ങാൻ പറയൂ, ഇനി എൻ്റെ ഊഴമാണ് എന്നാണ് ഈ കുട്ടി പറയുന്നത്. നമുക്ക് നോക്കാം. ഊഞ്ഞാലിരിക്കുന്ന കുട്ടി പറയുന്നത് 5 ആട്ടമേ ആയിട്ടുള്ളൂ എന്നാണ്. അപ്പോൾ ടീച്ചർ എന്താണ് പറയുന്നത്? ശരിയാണ്, 5 ആട്ടമേ ആയിട്ടുള്ളൂ. ടീച്ചറും പറയാണ് ഈ കുട്ടീൻ്റെ അടുത്ത് 5 ആട്ടമേ ആയിട്ടുള്ളൂ എന്ന്. അപ്പോൾ ഇവിടെ ഇവർ തമ്മിൽ എന്താണ് ഒരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ടല്ലോ. ഒരാൾ പറയുന്നു 5 ആട്ടമേ ആയിട്ടുള്ളൂ, ടീച്ചർ അത് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ കുട്ടി പറയുന്നത് 10 ആട്ടം ആയിട്ടുണ്ട് എന്ന്. അവിടെ ഒരു ചെറിയൊരു തെറ്റിദ്ധാരണ വന്നിട്ടില്ലേ? ആർക്കോ ഒരാൾക്ക് തെറ്റിയിട്ടുണ്ട്. പക്ഷെ ടീച്ചർ പറയുന്നുണ്ട് 5 ആട്ടമേ ആയിട്ടുള്ളൂ, അപ്പോൾ 5 ആട്ടമാണ് എന്നുള്ള രീതിയിൽ നമുക്ക് മുന്നോട്ട് പോകാം. നമ്മൾ ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നതുകൊണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത്, എന്താണ് അതിനുള്ള കാരണം, ശരിക്കും ഒരാട്ടം എന്ന് പറയുന്നത് എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ചാപ്റ്ററിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമുക്ക് ചാപ്റ്ററിലേക്ക് പോയാലോ? നോക്കാം. എഴുതിയിട്ടുള്ളത്, ഊഞ്ഞാലാടുന്ന കുട്ടിയുടെ മറുപടി ടീച്ചർ ശരിവെച്ചത് എന്തുകൊണ്ടായിരിക്കും? കുട്ടി പറഞ്ഞ കാര്യം ടീച്ചർ ശരിവെക്കുകയാണ് ചെയ്തത്. അപ്പം അതായിരിക്കാം ശരി. അതെന്തുകൊണ്ടായിരിക്കും എന്ന് നമ്മളോട് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഊഞ്ഞാലാട്ടം എണ്ണേണ്ടത് എങ്ങനെയായിരിക്കും? നമ്മൾ ഊഞ്ഞാലാടുന്നത് എണ്ണേണ്ടത് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതാണ് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അത് റിലേറ്റ്, അതായത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഏത് രീതിയിൽ എണ്ണണം, എപ്പോഴാണ് ഓരോ ആട്ടം ആടുന്നത്, എന്തുകൊണ്ടാണ് അവിടെ ഒരു ചെറിയ തെറ്റിദ്ധാരണ വന്നിട്ടുള്ളത് എന്നുള്ള കാര്യം മനസ്സിലാവും. നമുക്ക് ആദ്യം നോക്കാം. ഊഞ്ഞാലിൻ്റെ ചലനം ഏതു തരമാണ്? ഊഞ്ഞാലിൻ്റെ ചലനം ഏത് തരമാണെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നിങ്ങൾക്കറിയാം, ഊഞ്ഞാൽ നിങ്ങളെ പലരും ആടിയിട്ടുണ്ടോ? എല്ലാവരും ആടിയിട്ടുണ്ടാവും. നമുക്കറിയാം ഊഞ്ഞാലിൻ്റെ ചലനം എന്ന് പറയുന്നത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ നടുക്കുന്ന ഊഞ്ഞാൽ തുടങ്ങുകയാണെങ്കിൽ നമ്മൾ മുൻപോട്ട് പോവും, ദെൻ നമ്മൾ നടുക്ക് വരും, തിരിച്ച് ബാക്കോട്ട് പോയിട്ട് വീണ്ടും മുൻപോട്ട് പോയിട്ട് ഈ ഒരു രീതിയിലല്ലേ നമ്മൾ ഊഞ്ഞാലിൻ്റെ ആട്ടം വരുന്നത്. ഈ ആട്ടത്തിന് എന്താണ് പറയുക എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. വർത്തുളം ഓർ എന്താണ് ദോലനം. ഒന്നെങ്കിൽ വർത്തുളാണോ എന്ന് ചോദിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ദോലനമാണോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഊഞ്ഞാലിൻ്റെ ആട്ടം നിങ്ങൾ ആടിയിട്ടുള്ളതാണ്, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമാണ്. നമ്മൾ തുടങ്ങുന്നു, ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങുന്നു, ഫ്രണ്ടിലോട്ട് പോകുന്നു, ദെൻ അതേ രീതിയിൽ തന്നെ ബാക്കോട്ട് വരുന്നു, ദെൻ എഗെയിൻ ബാക്കിലോട്ട് പോകുന്നു, ദെൻ ഫ്രണ്ടിലോട്ട് വരുന്നു. ഈ രീതിയിലല്ലേ നമ്മൾ ഊഞ്ഞാലാടിയിട്ടുണ്ടാവുക. അതായത് ഒരു പോയിന്റിൽ നിന്ന് തുടങ്ങിയിട്ട് അവിടെ നിന്ന്
മുൻപോട്ടും പിൻപോട്ടും ആയിട്ടുള്ള മോഷനാണ്, അതായത് അല്ലെങ്കിൽ ചലനമാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അപ്പോൾ ഊഞ്ഞാലിൻ്റെ ആട്ടം എന്ന് പറയുന്നതിനെ നമുക്ക് എന്ത് പറയാം? ദോലനം എന്നാണ് പറയുക. ഊഞ്ഞാലിൻ്റെ ആട്ടം, അതായത് ഒരു പോയിന്റിനെ ആസ്പദമാക്കിയിട്ട് അല്ലെ ഒരു കേന്ദ്രത്തിനെ ആസ്പദമാക്കിയിട്ട് മുൻപോട്ടും പിറകോട്ടും ചലിച്ചുകൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. നമുക്ക് ഈ ഊഞ്ഞാലിൻ്റെ മോഷൻ അല്ലെങ്കിൽ ചലനം എന്ന് പറയുന്നത് ദോലനമാണ് എന്ന് പറയാൻ സാധിക്കും. ഊഞ്ഞാലിൻ്റെ ചലനത്തെ സൂചിപ്പിക്കുന്ന രേഖാചിത്രം നിരീക്ഷിക്കൂ. നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ള ഇവിടെ ഒരു ചിത്രം കാണുന്നില്ലേ? ഇതെന്ന് പറയുന്നത് നമ്മളെ ഊഞ്ഞാലിൻ്റെ ചലനത്തെയാണ് എന്താക്കുന്നത്? സൂചിപ്പിക്കുന്നത്. നോക്കാം. ഊഞ്ഞാൽ ഇവിടെ കാണുന്നില്ലേ? ഇത് ഊഞ്ഞാലാണ്. ഊഞ്ഞാലാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. ഊഞ്ഞാലിൻ്റെ ചലനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ഊഞ്ഞാൽ ഇവിടെയാണ് കെട്ടിയിട്ടുള്ളത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സ്ഥാനത്ത് നിന്ന് മുൻപോട്ട് പോകുന്നു, ദെൻ എന്താണ്? തിരിച്ചു വരും. അവിടെ നിന്ന് ബാക്കോട്ട് പോകുന്നു, ദെൻ അഗെയിൻ എന്താണ്? തിരിച്ചു വരികയാണ് ചെയ്യുന്നത്. ഈ രീതിയിലാണ് നമ്മൾ ഊഞ്ഞാലിൻ്റെ ചലനം. നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ് ഊഞ്ഞാൽ. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കുക ഇത് പറയുന്നതോടൊപ്പം. ഇവിടെ നമുക്ക് കാണാം ഊഞ്ഞാൽ നടുക്കിടുന്നു. നമ്മളിവിടെ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യം എന്താണ്? ഒന്നെങ്കിൽ ഒരാളൊരു ബലം പ്രയോഗിക്കല്ലേ, നമ്മൾ ജസ്റ്റ് കാലിൽ ഒരു ബലം കൊടുത്തിട്ട് നമ്മൾ എങ്ങോട്ട് പോവും? മുൻപിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. മുൻപിലോട്ട് പോയ ഊഞ്ഞാൽ തിരിച്ച് അതേ സ്ഥാനത്തേക്ക് ബാക്കോട്ട് വരും. പിന്നെ അവിടെ നിന്ന് നമ്മൾ പുറകിലോട്ട് പോവില്ലേ? പുറകിലോട്ട് പോയിട്ട് അവിടുന്ന് വീണ്ടും നടുക്ക് ആ ഒരു തുടങ്ങിയ പോയിന്റിൽ വരും. തന്നെ അഗെയിൻ മുന്നോട്ട് പോകുന്നു. ഈ രീതിയിലാണ് നമ്മളെ ഊഞ്ഞാലിൻ്റെ ചലനമുള്ളത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ഊഞ്ഞാലിൻ്റെ ചലനം എന്ന് പറയുന്നത് എന്താണ്? ഊഞ്ഞാലിൻ്റെ ചലനം എന്ന് പറയുന്നത് ദോലനമാണ്. ഊഞ്ഞാലിൻ്റെ ചലനത്തെ നമ്മൾ പറയുന്നതാണ് ദോലനം. നോക്കാം. ഊഞ്ഞാൽ സ്വതന്ത്ര അവസ്ഥയിൽ നിന്ന് ദോലനം ആരംഭിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ തുലന സ്ഥാനം എന്ന് പറയാം. അതേതാണ്? അതായത് ഊഞ്ഞാൽ, നമ്മൾ ഈ ഊഞ്ഞാലില്ലേ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുള്ള ഈ ഊഞ്ഞാലിൻ്റെ ചലനം ആരംഭിക്കുന്നത് ഏത് സ്ഥാനത്ത് നിന്നാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം ആരും ഒരു ബലം കൊടുക്കാതെ ഊഞ്ഞാൽ താനെ, അതായത് സ്വതന്ത്രമായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ എന്താണ്? ദോലനം ആരംഭിക്കുന്ന സ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. സ്വതന്ത്രാവസ്ഥയിൽ നിൽക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ദോലനം ആരംഭിക്കുന്ന സ്ഥാനമാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതിന് നമുക്ക് പറയാം തുലന സ്ഥാനമെന്നും പറയാം. അപ്പോൾ തുലന സ്ഥാനം ഇവിടെ കൊടുത്തിട്ടുള്ളത് എന്താണ്? ഊഞ്ഞാലിൻ്റെ ചലനം ആരംഭിക്കുന്നതിന് മുമ്പ്, നമ്മൾ ഊഞ്ഞാൽ ഇരിക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു ഊഞ്ഞാലിനെ നമ്മൾ കാണുകയാണെങ്കിൽ, ഈ ഒരു ഊഞ്ഞാലിനെ കാണുകയാണെങ്കിൽ സ്വതന്ത്രാവസ്ഥയിൽ ഒരു ബലവും പ്രയോഗിക്കാത്ത അതിൻ്റെ അവസ്ഥയിൽ അതിൻ്റെ സ്ഥാനം എവിടെയായിരിക്കും? അതിൻ്റെ സ്ഥാനം ഇവിടെയായിരിക്കും. ഈ O എന്ന പൊസിഷനാണ് അതിൻ്റെ തുലന സ്ഥാനം അല്ലെങ്കിൽ സ്വതന്ത്രാവസ്ഥയിൽ ഈ ഊഞ്ഞാലിരിക്കുന്ന സ്ഥാനം. O ആണ് ആൻസർ. ദെൻ ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതാണല്ലോ ദോലനം. നമ്മളോട് ഇവിടെ കൊടുത്തിട്ടുള്ളത് ദോലനത്തിൻ്റെ ഡെഫിനിഷനാണ്. ദോലനത്തിൻ്റെ ഡെഫിനിഷൻ പഠിക്കുമ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ ഊഞ്ഞാലിൻ്റെ മോഷൻ കൂടി ആലോചിക്കുക. ഊഞ്ഞാലിൻ്റെ മോഷൻ നിങ്ങൾക്ക് അറിയുന്ന, നിങ്ങളൊരു ഊഞ്ഞാലിലിരുന്ന് ആടാണെന്നുള്ള രീതിയിൽ ആലോചിച്ചിട്ട് നിങ്ങൾ ഈ ദോലനത്തിൻ്റെ ഡെഫിനിഷൻ നോക്കിക്കേ. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി, അതായത് നമ്മുടെ ഊഞ്ഞാൽ അതിൻ്റെ തുലന സ്ഥാനം, അതായത് ഒരു സ്വതന്ത്രാവസ്ഥയിൽ എന്താണ്? അതിൻ്റെ ഒരു ബലവും ഇല്ല. സ്വതന്ത്രാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അതിൻ്റെ ചലനം ആരംഭിക്കുന്നതിന് മുമ്പുള്ള അതിൻ്റെ ഒരു സ്ഥാനം ഇല്ലേ? ഇവിടെ ഓന്ന് നമ്മൾ പറഞ്ഞു, അതായത് നമ്മൾ പറഞ്ഞു സ്വതന്ത്രാവസ്ഥയിൽ ദോലനം ആരംഭിക്കുന്ന സ്ഥാനം, അതിനാണ് നമ്മൾ തുലന സ്ഥാനം എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും ചലിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? ദോലനം എന്ന് പറയാം. ദോലനത്തിൻ്റെ ഇംഗ്ലീഷാണ്, ഓർത്ത് വെക്കുക. ദോലനത്തിൻ്റെ ഇംഗ്ലീഷും കൂടെ ഒന്ന് ഓർത്ത് വെക്കുക, ഓസിലേഷൻ. 10th എത്തി. അപ്പോൾ പഠിക്കുമ്പോൾ മലയാളത്തിൻ്റെ കൂടെ പറ്റുന്നത്ര ഇംഗ്ലീഷ് ടേം കൂടെ പഠിക്കുക. കാരണം +1 +2 ഇംഗ്ലീഷിലാണ് നമ്മളെ ബുക്കുകളൊക്കെ വരുന്നത്. നമുക്ക് പഠിക്കേണ്ടത് ഇംഗ്ലീഷിലാണ്. അപ്പോൾ നിങ്ങൾ മലയാളത്തോടൊപ്പം കുറച്ച് പറ്റുന്ന ഇംഗ്ലീഷ് ടേമുകൾ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ. ദോലനത്തിൻ്റെ ഇംഗ്ലീഷ് വരുന്നത് ഓസിലേഷൻ ആണ്. അപ്പോൾ ഇപ്പോൾ ഒന്ന് അറിഞ്ഞിരിക്കുക. പറ്റുന്നത്ര ബുദ്ധിമുട്ടുള്ളത് പഠിക്കണ്ട,
പറ്റുന്ന കാര്യങ്ങളൊക്കെ പറ്റുന്നതും 10th തന്നെ ടേംസ് ഒക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞറിഞ്ഞു പോവുക. അതുകൊണ്ടാണ് പറഞ്ഞത് ദോലനത്തിൻ്റെ ഇംഗ്ലീഷ് വരുന്നത് ഓസിലേഷൻ ആണ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ദോലനം അഥവാ ഓസിലേഷൻ എന്ന് പറയുന്നത് ഒരു വസ്തു അതിൻ്റെ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി എന്താണ് കൃത്യമായ ഇടവേളകളിൽ, നമുക്കറിയാം മുൻപോട്ട് പോകുന്ന ഊഞ്ഞാൽ മുൻപോട്ട് പോകുന്നു, അത്രയും സമയം എടുത്ത് ബാക്കോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, മുൻപോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു, ഒരു കൃത്യമായ ഇടവേളയല്ലേ അവിടെ ഫോളോ ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിൻ്റെ തുലന സ്ഥാനം തുടങ്ങിയത് എവിടെയാണോ അതിനെ ആസ്പദമാക്കിയാണ് മുൻപോട്ടും പുറകോട്ടും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തുലന സ്ഥാനത്തെ ആസ്പദമാക്കി എന്താണ് കൃത്യമായ ഇടവേളകളിൽ മുൻപോട്ടും, അതായത് ഇരുവശത്തേക്ക് മുൻപോട്ടും പിറകോട്ടും, നമ്മൾ ഊഞ്ഞാലിൻ്റെ കേസിൽ കൃത്യമായ ഇടവേളകളിൽ എന്താണ് ഇരുവശത്തേക്കും ചലിക്കുന്നതിനെ നമുക്ക് എന്ത് പറയാം? ദോലനം എന്ന് പറയാം. ഒരു വസ്തു തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ അതിൻ്റെ ഇരുവശത്തേക്കും ചലിക്കുന്ന ചലനത്തെ നമുക്ക് എന്ത് പറയാം? ദോലനം, അല്ലെങ്കിൽ നമുക്ക് പറയാം ഓസിലേഷൻ. ദോലനം അഥവാ ഓസിലേഷൻ എന്നാണ് നമ്മൾ പറയുക. ദോലനം അഥവാ ഓസിലേഷൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ ഒരു ചിത്രം ആലോചിക്കുക. ഇതിൻ്റെ തുലന സ്ഥാനം എന്ന് പറയുന്നത് O ആണ്. അതിനെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കും, എയും ബിയും അല്ലേ രണ്ട് വശങ്ങൾ, ഇരുവശത്തേക്കും എന്താണ് കൃത്യമായ ഇടവേളകളിൽ അതിനുണ്ടാകുന്ന ചലനത്തെ എനിക്ക് എന്ത് പറയാൻ സാധിക്കും? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? നോക്കാം. ചിത്രത്തിൽ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം എത്ര? നമ്മളിവിടെ ചിത്രം കാണുന്നുണ്ട്. നമ്മൾ നേരത്തെ കണ്ട ചിത്രമാണ്. ഇതാണ് അതിൻ്റെ തുലന സ്ഥാനം. നമ്മൾ പറഞ്ഞു O എന്നതാണ് നമ്മളെ ഊഞ്ഞാലിൻ്റെ തുലന സ്ഥാനം എന്ന് പറയുന്നത്. അപ്പൊ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്ക്, ഇരുവശത്തേക്കുള്ളതിന് നമ്മൾ ദോലനം എന്ന് പറയും. ഇവിടെ ചോദിച്ചിട്ടുള്ളത് ഏതെങ്കിലും ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. ഏതൊക്കെ വശത്തേക്ക് പോകുന്നുണ്ട്? തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഈ ഒരു വശത്തേക്ക് പോകുന്നുണ്ട്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. കാണാൻ നമുക്ക് A എന്ന് പറയാം. ദെൻ വേറെ ഏത് സ്ഥാനത്തേക്കാണ് പോകുന്നത്? ഇരുവശമല്ലേ? ഒന്ന് ബിയിലേക്കും പോകുന്നുണ്ട്. ബിയിലേക്കും ഈ ഊഞ്ഞാല് ചലിക്കുന്നുണ്ട്. ബിയിലേക്കും നമ്മളെ ഊഞ്ഞാല് ചലിക്കുന്നുണ്ട്. അപ്പൊ ഇരുവശത്തേക്കും പോകുന്നുണ്ട്. അപ്പൊ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. നിങ്ങൾക്കറിയാം, സ്ഥാനാന്തരം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ആദ്യത്തെ പൊസിഷനിൽ നിന്ന് അവസാനത്തെ പൊസിഷൻ, അതായത് നമ്മൾ നോക്കുന്ന അവസാനത്തെ പൊസിഷനിലേക്കുള്ള ഡിസ്റ്റൻസിന് നമുക്ക് എന്ത് പറയാം? സ്ഥാനാന്തരം എന്ന് പറയാം. അപ്പോൾ ഇവിടെ നോക്ക്, ഇവിടെ ഓയിൽ നിന്ന് എയിലേക്ക് എത്തി അവിടെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ സ്ഥാനാന്തരം എന്ന് പറയുന്നത്. അവിടെ ഉണ്ടായ സ്ഥാനമാറ്റം, അതിന് നമുക്ക് എന്ത് പറയാം? സ്ഥാനാന്തരം എന്ന് പറയാം. അപ്പൊ അവിടെ ഉണ്ടായ സ്ഥാനാന്തരം എത്രയാണ്? A. ഒരു വശത്തേക്ക് ഉണ്ടായ സ്ഥാനാന്തരം A. അതായത് മുൻപോട്ടാണെങ്കിൽ A, ബാക്കോട്ടാണെങ്കിൽ എത്രയാണ്? ഈ വശത്തേക്ക് A ഉണ്ടായിട്ടുണ്ട്. അപ്പം രണ്ട് വശത്തേക്കും A ഉണ്ടായിട്ടുണ്ട്. മുൻപോട്ട് A ഉണ്ടായിട്ടുണ്ട്, ബാക്കോട്ട് A ഉണ്ടായിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിട്ട് ഉള്ളത് ഒരു വശത്തേക്കാണ്. സോ ഒരു വശത്തേക്ക് A. സോ ചിത്രത്തിൽ തുലനാവസ്ഥയിൽ നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം A. ഒരു വശത്തേക്കുള്ള, ഇതാണ് തുലന സ്ഥാനം. തുലന സ്ഥാനത്തിൽ നിന്ന് അതൊരു A എന്ന് പറയുന്ന സ്ഥാനത്തെത്തി. അതിനുണ്ടായിട്ടുള്ള സ്ഥാനാന്തരം എത്രയാണ്? A. സ്മോൾ a ആണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു വസ്തു അതിൻ്റെ തുലന സ്ഥാനം O ആണ്. തുലന സ്ഥാനത്തിൽ നിന്ന് A എന്ന സ്ഥാനത്തേക്ക് ഉണ്ടായ സ്ഥാനമാറ്റല്ലേ? A എന്ന സ്ഥാനത്തേക്ക് അത് സ്ഥാനം മാറി, Oയിൽ നിന്ന് Aയിലേക്ക് മാറി. ഈ സ്ഥാനമാറ്റത്തെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? സ്ഥാനാന്തരം എന്ന് പറയാൻ സാധിക്കും. അത് എന്ന് പറയുന്നത് എത്രയാണ്? A ആണ്. സ്മോൾ ലെറ്റർ A വെച്ചിട്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയോ? ഓക്കെ. നമ്മളോട് പറയുന്നത് തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തിന്റെ അളവ്. അതായത് നമ്മളിപ്പോൾ പറഞ്ഞത് എന്താണ്? ഒരു വശത്തേക്കുള്ള സ്ഥാനാന്തരം A ആണെന്നുള്ളത് കണ്ടു. അപ്പൊ ആ അളവിന് എന്താ പറയാന്നുള്ളതാണ് അടുത്ത പറയാൻ പോകുന്ന ഡെഫിനേഷൻ ആണ്. അത് പഠിച്ചു വെക്കുക. അതായത് ഒരു വസ്തു അതിൻ്റെ തുലന സ്ഥാനത്ത് നിന്ന് അതിൻ്റെ തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം, സ്ഥാനാന്തരത്തിന്റെ അളവിനെ നമ്മൾ എന്താണ് പറയുന്നത്? ആയതി.
പഠിച്ചു വെക്കുക. ആയതി എന്താന്നുള്ളത് ചോദിക്കും. ദെൻ ആയതിൻ്റെ ഇംഗ്ലീഷ് എന്താണ്? ആയതിൻ്റെ ഇംഗ്ലീഷ് ആലോചിച്ച് വെക്കുക, ആംപ്ലിറ്റ്യൂഡ്. ആയതിൻ്റെ ഇംഗ്ലീഷ് ആംപ്ലിറ്റ്യൂഡ് എന്നാണ് പറയുക. ദെൻ ആയതി എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ആയതി എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ എ എന്ന അക്ഷരം കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ദെൻ ആയതിയുടെ SI യൂണിറ്റ് എന്താണ്? മീറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യം ആയതിയാണ്. ആയതി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ആംപ്ലിറ്റ്യൂഡ്. ഒരു വസ്തു അതിൻ്റെ തുലന സ്ഥാനത്ത് സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. ഒരു വശത്തേക്കുള്ള എന്താണ്? പരമാവധി സ്ഥാനാന്തരം. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആയതി അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ആംപ്ലിറ്റ്യൂഡ്. അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന സിമ്പൽ സ്മോൾ ലെറ്റർ എ ആണ്. ദെൻ യൂണിറ്റ് ഇല്ലേ? യൂണിറ്റ് SI യൂണിറ്റ് ആണ്. SI യൂണിറ്റ് എന്ന് പറയുന്നത് സ്മോൾ ലെറ്റർ M ആണ്. എന്ന് വെച്ചാൽ എന്താണ്? മീറ്റർ. ഇത്രയും കാര്യം പഠിച്ചു വെക്കുക. ചോദിക്കും എന്താണ് ആയതി എന്നുള്ളത്. ഒരു വസ്തു അതിൻ്റെ തുലന സ്ഥാനത്ത് നിന്ന് അതിനെന്താണ്? ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തെ നമുക്ക് ആയതി എന്ന് പറയാം. അതാണ് ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത്. SI യൂണിറ്റ് മീറ്റർ ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ എ. ഈ ഡെഫിനിഷൻ എഴുതുക, സിമ്പിൾ എഴുതുക, SI യൂണിറ്റ് എഴുതുക. വേണമെങ്കിൽ ഈ പിക്ചറും കൂടെ വരച്ചു വെക്കാം, എന്താണ് ആയതി എന്നൊക്കെ ചോദിച്ചാൽ. ഓക്കെ ആണല്ലോ? അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിട്ടുള്ള ചിത്രം കാണുന്നുണ്ടല്ലോ. ഈ ചിത്രം വെച്ചിട്ട് നമുക്ക് ആ ഊഞ്ഞാലിന്റെ കേസ് പറയാം. നേരത്തെ നമ്മൾ പറഞ്ഞില്ല, ആ കുട്ടികൾ തമ്മിൽ ഒരു തെറ്റുണ്ടായിട്ടുണ്ട് എന്ന്. ഒരാൾ പറഞ്ഞു 5 എന്ന്, ടീച്ചർ അത് ശരിവെച്ചിട്ടുണ്ട്. മറ്റേ കുട്ടി 10 എന്ന് പറഞ്ഞു. ആ കുട്ടിക്ക് തെറ്റാനുള്ള കാരണം എന്തായിരിക്കും നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. നമ്മൾ പറയാണ് ഒരു ആട്ടം കംപ്ലീറ്റ് ആവുക എന്ന് പറയുമ്പം നമ്മളിപ്പോൾ തുടങ്ങി ഓയിൽ നിന്ന് തുടങ്ങി എയിലെത്തി, തിരിച്ച് ഓയിൽ വന്നിട്ട് എങ്ങോട്ട് പോകും? ബിയിലോട്ട് പോയിട്ട് ബിയിൽ നിന്ന് എന്താവണം? തിരിച്ച് ഓയിൽ എത്തിയാലാണ് എനിക്ക് എന്ത് പറയാൻ സാധിക്കുക? ഒരാട്ടം പൂർത്തിയാക്കി എന്ന് പറയാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ നടുക്കിരിക്കുകയാണ്. ഇവിടെ ഇപ്പോൾ നമ്മളെ ഊഞ്ഞാലുണ്ടെന്ന് വിചാരിക്കുക. ഞാൻ ഇവിടെ ഇരുന്നു, ഞാൻ മുൻപിലോട്ട് പോയിട്ടുണ്ട്. ദെൻ എഗെയിൻ ഞാൻ നടുക്ക് വന്നു, ദെൻ ബാക്കോട്ട് പോയി, തിരിച്ച് ഞാൻ അതേ പൊസിഷനിൽ തുടങ്ങിയെടുത്ത് തന്നെ എത്തിയാൽ എനിക്ക് പറയാം ഞാൻ ഒരാട്ടം പൂർത്തിയാക്കി എന്നുള്ളത്. ക്ലിയർ ആയോ? അപ്പോൾ ഞാൻ ഊഞ്ഞാലാടെയാണ്, മുൻപോട്ട് പോയി, ബാക്കോട്ട് പോയി, തിരിച്ച് ആ സെൻറ്റർ പൊസിഷനിൽ എത്തുകയാണെങ്കിൽ എനിക്ക് പറയാം ഒരാട്ടം പൂർത്തിയാക്കി. അവിടുന്ന് വീണ്ടും പോവും, വീണ്ടും മുൻപോട്ട് പോവും, ബാക്കോട്ട് പോയിട്ട് വരും. അങ്ങനെയാകുമ്പോൾ 2 ആട്ടം. അതായത് ഇപ്പോൾ ഒരു ഊഞ്ഞാലാടുകയാണെന്ന് വിചാരിക്കും. ഇത് ഊഞ്ഞാലാണ്. ഇത് ഊഞ്ഞാലാണെന്ന് വിചാരിക്കുക. ഞാൻ ഈ ഊഞ്ഞാലിൽ മുൻപോട്ട് പോയി, ബാക്കോട്ട് പോയി, തിരിച്ചിവിടെ എത്തി. അപ്പം എനിക്ക് പറയാം ഒരാട്ടം പൂർത്തിയാക്കി. പിന്നെ മുൻപോട്ട് പോയി, ബാക്കോട്ട് പോയി, തിരിച്ചെത്തി. 2 ആട്ടം പൂർത്തിയാക്കി. മുൻപോട്ട് പോയി, ബാക്കോട്ട് പോയി, തിരിച്ചെത്തി. എനിക്ക് എന്ത് പറയാം? 3 ആട്ടം പൂർത്തിയാക്കി എന്ന് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ? നിങ്ങൾ ആടിയിട്ടുണ്ടാവും, നിങ്ങൾ ഈ രീതിയിൽ എണ്ണീട്ടും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അറിയാം എങ്ങനെയാണ് എന്നുള്ള കാര്യം. നമ്മൾ എണ്ണാറില്ലേ? ഊഞ്ഞാലാടുമ്പോൾ ഓരോരുത്തരുടെ റൗണ്ട് ആകുമ്പോൾ നമ്മൾ ഇത്ര ആൾക്ക് ഇത്ര റൗണ്ട് എന്നുണ്ടാവും. അപ്പോൾ നമ്മൾ എണ്ണാറ് എങ്ങനെയാണ്? മുൻപോട്ട് പോയിട്ട് തിരിച്ച് ബാക്ക് പോയി തുടങ്ങിയെടുത്തെത്തുമ്പോഴാണ് നമ്മൾ ഒരാട്ടം എന്ന് പറയുന്നത്. അങ്ങനെ 2 ആട്ടം ആ രീതിയിലാണ് നമ്മൾ എണ്ണുക. അപ്പോൾ ആ കുട്ടിക്ക് മിസ്റ്റേക്ക് വരാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ആ കുട്ടി ഫ്രണ്ട് നടുക്കുന്ന് തുടങ്ങി മുൻപിലോട്ട് പോയിട്ട് തിരിച്ച് നടുക്കെത്തിയപ്പോൾ തന്നെ 1 എന്ന് എണ്ണി, പിന്നെ ബാക്കോട്ട് പോയി തിരിച്ചെത്തിയപ്പോൾ 2 എന്ന് എണ്ണി. അവിടെ അങ്ങനെ ഒരു മിസ്റ്റേക്ക് വന്നത് കൊണ്ടാണ് അവിടെ എണ്ണത്തിലൊരു തെറ്റ് വന്നത്. അതായത് നമ്മൾ പറഞ്ഞു ഇതാണ് ഇനീഷ്യൽ പൊസിഷൻ. ഇവിടെ പോയിട്ട് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് എന്ത് പറയാൻ സാധിക്കുക? ഒരാട്ടം കംപ്ലീറ്റ് ആക്കി എന്ന് പറയാൻ സാധിക്കുക. പക്ഷെ അതിന് പകരം ആ കുട്ടി എന്താക്കി ഉണ്ടാവും? ഇത്ര എത്തിയപ്പോൾ തന്നെ എന്ത് കൗണ്ട് ചെയ്തിട്ടുണ്ടാവും? 1 എന്ന് കൗണ്ട് ചെയ്തിട്ടുണ്ടാവും. അതുകൊണ്ടാണ് അവിടെ ഒരു മിസ്റ്റേക്ക് വന്നിട്ടുള്ളത്. ക്ലിയർ ആയോ? ഒപ്പം മനസ്സിലായോ എന്തുകൊണ്ടാണ് ആ ഊഞ്ഞാലിരിക്കുന്ന കുട്ടിയെ ടീച്ചർ ശരിവെച്ചത് എന്നുള്ളതും മറ്റേ കുട്ടിക്ക് തെറ്റ് വരാനുള്ള കാരണം ഒന്നും ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അതിനാണ് ഈ പിക്ചർ പറഞ്ഞിട്ടുള്ളത്. നമ്മൾ പറഞ്ഞു ഇപ്പോൾ തുലന സ്ഥാനം തുടക്കത്ത് നടുക്കുന്നു തുടങ്ങിയാൽ മുൻപോട്ട് പോയി,
ബാക്കോട്ട് പോയി തിരിച്ച് നടുക്ക് തന്നെ എത്തിയാൽ നമുക്ക് ഒരാട്ടം പൂർത്തിയാക്കി എന്ന് പറയാൻ സാധിക്കും. അല്ലെങ്കിൽ ഈ ഒരു പിക്ചർ നോക്കിക്കേ, നമ്മളിപ്പോൾ ബാക്കിൽ നിന്നാണ് തുടങ്ങുക. നമ്മൾ ഊഞ്ഞാലാടുമ്പോൾ ബാക്കിൽ പോയി നിന്നിട്ട് ഒരാൾ പുഷ് ചെയ്യാറില്ലേ? അല്ലെങ്കിൽ നമ്മൾ തന്നെ കാലിൽ ബലം കൊടുത്തിട്ട് മുൻപോട്ട് പോകാറുണ്ട്, ഫോഴ്സ് നിലത്തേക്ക് കൊടുത്തിട്ട് മുൻപോട്ട് പോകാറുണ്ട്. അപ്പോൾ നമുക്ക് പറയാം, നമ്മളിപ്പോൾ ഏന്നാണ് തുടങ്ങുന്നത്, ബാക്കോട്ട് പോയിട്ടാണ് തുടങ്ങുന്നതെങ്കിൽ ഒരാട്ടം എന്ന് പറയുന്നത് മുൻപിൽ പോയിട്ട് തിരിച്ച് ബാക്കിൽ എത്തുന്നത് ഒരാട്ടം എന്ന് പറയാം. അതായത് ഇതാ ഏന്നുള്ള പൊസിഷൻ കണ്ടോ, ഞാൻ ബാക്കോട്ട് ഊഞ്ഞാൽ വെച്ചിട്ട് പോവാന്ന് വിചാരിക്കുക. ഞാൻ മുൻപിലെത്തി, അതായത് നമ്മളെ നടുക്കുള്ള പൊസിഷൻ കഴിഞ്ഞ് ഞാൻ മുൻപിൽ ബിയിലെത്തിയിട്ട് തിരിച്ച് ഞാൻ എയിലെത്തി, എനിക്ക് എന്ത് പറയാം, ഒരാട്ടം പൂർത്തിയാക്കി എന്ന് പറയാം. ഈ രീതിയിലും പറയാം. അതായത് ഇപ്പോൾ നമ്മൾ നടുക്കുന്ന് തുടങ്ങുകയാണെങ്കിൽ മുൻപ് പോയിട്ട് പുറകിലോട്ട് പോയിട്ട് തിരിച്ച് നടുക്കെത്തിയ ഒരാട്ടം പൂർത്തിയാക്കി എന്ന് പറയാം. അതേ സ്ഥാനത്ത് ബാക്കിൽ നിന്നാണ് തുടങ്ങുന്നതെങ്കിൽ ബാക്കിൽ നിന്ന് തുടങ്ങി ഏറ്റവും മുൻപ് പോയിട്ട് തിരിച്ച് നടുക്കൂടെ ബാക്കിൽ എത്തിയാൽ തന്നെയാണ് എനിക്ക് എന്ത് പറയാൻ സാധിക്കുക, ഒരാട്ടം പൂർത്തിയാക്കി എന്നുള്ളത് പറയാൻ സാധിക്കുക. ഈ പിക്ചർ ഒന്ന് ഓർത്ത് വെക്കുക. ദെൻ ഈ പിക്ചറും കൂടെ ഓർത്ത് വെക്കുക. ഇതെന്താണ്, മിസ്റ്റേക്കാണ്, തെറ്റ്. അതുകൊണ്ടാണ് ആ കുട്ടികൾക്കിടയിൽ എന്തുണ്ടായിട്ടുള്ളത്, ഒരു തെറ്റിദ്ധാരണ ഉണ്ടായിട്ടുള്ളത്. ഇത് ഒരാട്ടമല്ല, പകരം നമുക്ക് എന്ത് പറയാം, ഒരു പകുതി ആട്ടമായിട്ടാണ് നമുക്കത് കൺസിഡർ ചെയ്യാൻ സാധിക്കുള്ളൂ. ഓക്കെ ആണല്ലോ? നോക്കാം. ഊഞ്ഞാലാടാൻ ഊഴം കാത്തു നിൽക്കുന്ന കുട്ടിയും ഊഞ്ഞാലാടുന്ന കുട്ടിയും കണ്ടെത്തിയ ദോലനങ്ങളുടെ എണ്ണം വ്യത്യാസമായതിന് കാരണം എന്തായിരിക്കും? നമ്മൾ അത് പറഞ്ഞു. വ്യത്യസ്തപ്പെടാൻ കാരണം എന്തായിരിക്കും? ഊഞ്ഞാലാടിയ കുട്ടി എണ്ണിയത് കൃത്യമായിട്ടാണ്, അതായത് ഒരു മൊത്തം ആട്ടത്തെയാണ് കുട്ടി ഒന്നായിട്ട് എണ്ണിയത്. എന്നാൽ ഊഞ്ഞാലിന് പുറത്ത് നിൽക്കുന്ന കുട്ടി എണ്ണിയത് ഒരു പകുതി സൈക്കിൾ ആയപ്പോഴേക്ക്, അതായത് ഒരാട്ടം കംപ്ലീറ്റ് ആവുന്നതിന് മുമ്പ് പകുതി ആയപ്പോഴേക്ക് ആ കുട്ടി എന്തെണ്ണി, 1 എന്നുള്ളത് എണ്ണിയിട്ടുണ്ട്. ഒരു ദോലനം പൂർത്തിയാക്കുന്നതിന് മുമ്പ് 1 എന്ന് എണ്ണി. ശരിക്കും എന്താണ്, പകുതി ദോലനമായപ്പോഴാണ് 1 എന്ന് എണ്ണിയിട്ടുള്ളത്. അപ്പം അവിടെ ആ ഒരു തെറ്റ് വന്നതുകൊണ്ടാണ് അതൊരു മിസ്റ്റേക്ക് ആയിട്ട് വന്നത്. ക്ലിയർ ആണല്ലോ? നോക്കാം. ശരിയായ രീതിയിൽ ദോലനങ്ങൾ എണ്ണുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മളിപ്പോൾ പറഞ്ഞു എങ്ങനെയാണ് ശരിയായ രീതിയിൽ ഒരു ദോലനം എണ്ണുന്നത്. നടുക്ക് നിന്ന് തുടങ്ങുകയാണെങ്കിൽ മുൻപിലോട്ട് പോയി അഗെയിൻ ബാക്കോട്ട് പോയി തിരിച്ച് തുടങ്ങിയ സ്ഥാനത്ത് തന്നെ എത്തുമ്പോൾ നമുക്ക് ഒരു ദോലനം പൂർത്തിയാക്കി എന്ന് പറയാം. ക്ലിയർ ആണല്ലോ? ആ രീതിയിലാണ് നമ്മൾ പറയുക. ഇനി ദോലന ചലനങ്ങൾക്ക് കൂടുതൽ ഉദാഹരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കാം. ക്ലോക്കിലെ പെൻഡുലം ചലനം. ക്ലോക്കിലുള്ള പെൻഡുലത്തിന്റെ ചലനം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില ക്ലോക്കുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ക്ലോക്ക് വർക്ക് ചെയ്യുന്നതിനനുസരിച്ച് നമ്മളൊരു പെൻഡുലം ഇങ്ങനെ അടിയിൽ ആടാറില്ലേ, ക്ലോക്കിന്റെ താഴെയായിട്ട് ഇങ്ങനെ ആടാറില്ലേ ഒരു പെൻഡുലം. അതിന്റെ ചലനം എന്ന് പറയുന്നത് എന്തിന് ഉദാഹരണമാണ്? നമ്മളെ ദോലനത്തിന് ഉദാഹരണമാണ്. ക്ലോക്കിലെ പെൻഡുലത്തിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. പിന്നെ എന്താണ്, ഊഞ്ഞാൽ എന്താണ്? ഊഞ്ഞാൽ എന്ന് പറയുന്നത് എന്താണ്? ദോലനത്തിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ ഊഞ്ഞാലിന്റെ ചലനം അല്ലെങ്കിൽ നമ്മളെ തൊട്ടിലില്ലേ, കുഞ്ഞുങ്ങളെ ആട്ടുന്ന തൊട്ടില്, അതിന്റെ ചലനം എന്താണ്? ദോലനത്തിന് ഉദാഹരണമാണ്. അതിന്റെ ചലനം ദോലനത്തിന് ഉദാഹരണമാണ്. അല്ലെങ്കിൽ നമുക്ക് എന്ത് പറയാം, സ്പ്രിങ് ഇല്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ചില നമ്മളെ കളിപ്പാട്ടങ്ങളിലെല്ലാം ഉപയോഗിച്ചിട്ടുള്ള സ്പ്രിങ്, അതിങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മുൻപോട്ടും ബാക്കോട്ടും ആയിട്ടൊരു ചലനമല്ലേ ഉണ്ടാവുന്നത്. അതിനെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ദോലനം, സ്പ്രിങ്ങിന്റെ ചലനം. വേറെ എക്സാമ്പിൾ ആണ് ആട്ടുതൊട്ടിൽ. തൊട്ടിലിന്റെ ചലനം. അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് വെയിറ്റ് ഉള്ള ഒരു ബോൾ എടുക്കുക, ഒരു മെറ്റലിന്റെ ഒക്കെ ബോൾ ഉണ്ടാവും കുഞ്ഞ്. ആ ബോൾ എടുത്തിട്ട് ചെറിയൊരു കയറിൽ കെട്ടിയിട്ട് ഒരു പോയിന്റിൽ കെട്ടി വെക്കുക. ആ കയർ ഒരു പോയിന്റിൽ കെട്ടി വെച്ചിട്ട് ഈ ബോളിന് ചെറിയ രീതിയിൽ ഒരു ഫോഴ്സ് കൊടുത്തു നോക്കുക, ഒരു ബലം കൊടുത്തു നോക്ക്. നമ്മൾ കൊടുക്കുന്ന ബലം കൊടുത്തു കഴിയുമ്പോൾ ഈ ബോൾ എന്താണ്, അതിൻ്റെ തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് ഇരുവശങ്ങളിലും എന്താണ്,
കൃത്യമായ ഇടവേളകളിൽ എന്താണ് ചലിക്കുന്നുണ്ട്. ഈ ചലനത്തെയാണ് നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ദോലനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കുമുള്ള ചലനത്തെയാണ് നമ്മൾ ദോലനം എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഒരു വസ്തുവിന് എന്താണ് തുലന സ്ഥാനത്തെ ആസ്പദമാക്കി കൃത്യമായ ഇടവേളകളിൽ ഇരുവശത്തേക്കുമുള്ള ചലനമാണ് ദോലനം. അപ്പൊ ദോലനത്തിന് എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു 4 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ പറഞ്ഞു മെറ്റൽ ബോള് കയറിൽ തൂക്കിയിട്ടിട്ട് ജസ്റ്റ് ഒരു ബലം പ്രയോഗിക്കുന്ന ഉദാഹരണവും പറഞ്ഞിട്ടുണ്ട്. ഇത് കൂടാതെ കുറച്ച് ഉദാഹരണങ്ങൾ നിങ്ങളായിട്ട് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. കുറച്ച് ഇമ്പോർട്ടൻ്റ് ഉദാഹരണങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുത്തത്, ക്ലോക്കിലെ പെൻഡുലം എത്ര ദോലനങ്ങൾ പൂർത്തീകരിക്കുമ്പോഴാണ് ക്ലോക്കിൽ 1 മിനിറ്റ് സമയമാറ്റം ഉണ്ടാകുന്നത് എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ എന്തായാലും പെൻഡുലം ക്ലോക്ക് കണ്ടിട്ടുണ്ടാവും. അതായത് ചില ക്ലോക്കുകളിൽ അടിവശത്തൊരു പെൻഡുലം, അതായത് കൃത്യമായ ഇടവേളകളിൽ ഇങ്ങനെ ഇരുവശത്തേക്കും ദോലനം ചെയ്യുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ എപ്പോഴെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ 1 മിനിറ്റിൽ ഈ ഒരു പെൻഡുലം എത്ര ദോലനം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ചിന്തിച്ചിട്ടുണ്ടോ? 1 മിനിറ്റിൽ ഈ പെൻഡുലം എത്ര വട്ടം ഇരുവശങ്ങളിലേക്കും, അതായത് ഒരു ദോലനം ഇപ്പം എങ്ങനെയാണെന്നറിയാം, തുലനസ്ഥാനത്ത് നിന്ന് എന്താണ് ഒരു കംപ്ലീറ്റ് ഇരുവശത്ത് പോയി തുലനസ്ഥാനത്ത് തന്നെ എത്തുമ്പോഴാണ് ഒരു ദോലനം എന്ന് പറയുന്നത്. അങ്ങനെ 1 മിനിറ്റിൽ നമ്മൾ ഈ പെൻഡുലം എത്ര ദോലനം പൂർത്തിയാക്കിയിട്ടുണ്ടോ എന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇല്ലെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഇവിടെ തന്നിട്ടുണ്ട് 30 ദോലനങ്ങൾക്ക് 1 മിനിറ്റ് സമയമാണ് എടുക്കുന്നത്. അതായത് 1 മിനിറ്റ് സമയം എന്ന് പറയുന്നത് 30 ദോലനം ചെയ്യുന്നുണ്ട്. 1 മിനിറ്റിൽ ഈ ഒരു പെൻഡുലം 30 ദോലനം ചെയ്യുന്നുണ്ട്. 1 മിനിറ്റിൽ 30 ദോലനം ചെയ്യുന്നുണ്ട്. ഒരു പെൻഡുലം ഒരു ദോലനം പൂർത്തിയാക്കാൻ എത്ര സമയം എടുക്കുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അതായത് ഈ പെൻഡുലം 1 മിനിറ്റ് പൂർത്തിയാക്കാൻ ഒരു സെക്കൻഡിൽ എത്ര ദോലനം ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. 1 സെക്കൻഡിൽ എത്ര ദോലനം ചെയ്യുമെന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. നോക്കിയാലോ, നമുക്കറിയാം. ഇവിടെ പറഞ്ഞിട്ടുള്ളത് എന്താണ്? 30 ദോലനം. 1 മിനിറ്റ് ആദ്യം നോക്കാം. 1 മിനിറ്റ് എന്ന് പറഞ്ഞാൽ എത്ര സെക്കൻഡാണ്? 1 മിനിറ്റ് എന്ന് പറയുന്നത് എത്ര സെക്കൻഡാണ്? 60 സെക്കൻഡ്. നിങ്ങൾക്ക് അറിയുന്നതാണ്. 1 മിനിറ്റ് എത്രയാണ്? 60 സെക്കൻഡാണ്. ഇങ്ങനെ 60 സെക്കൻഡിൽ എത്ര ദോലനം ചെയ്യുന്നുണ്ട്? 60 സെക്കൻഡിൽ ഇത് 30 ദോലനാണ് ചെയ്യുന്നത്. 60 സെക്കൻഡിൽ 30 ദോലനം ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരു സെക്കൻഡിൽ എത്ര ചെയ്യും? 1 സെക്കൻഡിൽ നമുക്ക് ചെയ്യാൻ 60/30. 60/30. 0 നമ്മൾ കട്ട് ചെയ്യും. 3 2 അല്ലേ 6, അപ്പോൾ 2. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 2. ഒരു സെക്കൻഡിൽ ഒരു ദോലനത്തിന് ആവശ്യമായ സമയം. അപ്പം നമ്മൾ പറഞ്ഞിട്ടുള്ള എന്താണ്? ഒരു ദോലനത്തിന് 1 ദോലനത്തിന് എടുക്കുന്ന സമയം. അപ്പം 60 സെക്കൻഡാണ് 30 ദോലനത്തിന് എടുക്കുന്നതെങ്കിൽ, അതായത് നമ്മൾ പറഞ്ഞു 60 സെക്കൻഡ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 60 സെക്കൻഡ്. അപ്പോൾ ഈ 60 സെക്കൻഡിൽ നമ്മൾ ഈ പെൻഡുലം എന്ന് പറയുന്നത് 30 പ്രാവശ്യമാണ് ദോലനം ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ദോലനത്തിന് എത്ര സമയമാണ് എടുക്കുന്നത്? അപ്പോൾ നമുക്കറിയാം, നമുക്കുള്ള സമയം ഉണ്ടല്ലോ 60 സെക്കൻഡ്, അതിൽ 30 ദോലനം. അങ്ങനെയാകുമ്പോൾ 60/30 നമുക്ക് കിട്ടും 2. അപ്പോൾ നമ്മൾ നോക്കിയിട്ടുള്ള എന്താണ്? ഒരു ദോലനത്തിന് ആവശ്യമായ സമയമല്ലേ? ഒരു ദോലനത്തിന് ആവശ്യമായ സമയമായതുകൊണ്ട് അതിൻ്റെ യൂണിറ്റ് സെക്കൻഡാണ്. നോക്കാം ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത് നോക്കാം. 30 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയം. 30 ദോലനങ്ങൾക്ക് ആവശ്യമായ സമയം 1 മിനിറ്റാണ്. 1 മിനിറ്റ് എന്ന് പറയുന്നത് 60 സെക്കൻഡാണ്. അപ്പോൾ ഒരു ദോലനത്തിന് ആവശ്യമായ സമയം നോക്കിക്കേ, 60 സെക്കൻഡാണ്. 60/30. അപ്പോൾ നമുക്ക് കിട്ടും 2 സെക്കൻഡ്. സോ 1 ദോലനം 2 സെക്കൻഡിലാണ്. അപ്പോൾ 2 ദോലനം എന്ന് പറയുമ്പോൾ 2 ദോലനം 4 സെക്കൻഡിലായിരിക്കും. അതായത് 2 സെക്കൻഡിൽ 1, അപ്പം 4 സെക്കൻഡിൽ 2. ആ രീതിയിലാണ് നമ്മളെ പെൻഡുലത്തിൻ്റെ
ചലനം വരുന്നത്, അതായത് പെൻഡുലത്തിന്റെ ഒരു ദോലനത്തിനെടുക്കുന്ന സമയം വരുന്നത്. പിന്നെ ഈ പിക്ചർ ഒന്ന് കാണുന്നില്ലേ? ഈ പിക്ചർ എന്ന് പറയുന്നത് ഒരു പെൻഡുലം ക്ലോക്കാണ്. ഈ പിക്ചറിൽ കാണുന്നത് പെൻഡുലം ക്ലോക്കാണ്. ഈ പെൻഡുലത്തിന് പറയുന്നതാണ് ഇതൊരു പഴയ കാലത്തുള്ള പെൻഡുലം ക്ലോക്കാണ്. അതുകൊണ്ട് തന്നെ ഈ പെൻഡുലത്തിന് പറയുന്ന പേരാണ് ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക്. ഗ്രാൻഡ് ഫാദേഴ്സ് ക്ലോക്ക് എന്നാണ് പറയാ. പഴയ കാലത്തെ പെൻഡുലം ക്ലോക്കാണ്. ഇതിൽ കാണുന്നുണ്ടോ? ഇതാണ് നമ്മളെ പെൻഡുലം. കാണുന്നുണ്ടാവും. ഇവിടെ ഒരു പെൻഡുലം അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു സ്ട്രിങ് കാണുന്നില്ലേ? ഇതിന്റെ ലെങ്ത് ആണ് പറയുന്നത്. ഇതിന്റെ ലെങ്ത് എന്ന് പറയുന്നത് 99.35 സെന്റിമീറ്റർ ആണ്. അപ്പൊ 99.35 സെന്റിമീറ്ററിന് നമുക്ക് എന്ത് പറയാം? അപ്രോക്സിമേറ്റ്ലി എന്ത് പറയാം? 1 മീറ്റർ ആണ് എന്ന് പറയാം. 1 മീറ്റർ. അപ്പൊ ഗ്രാൻഡ് ഫാദേഴ്സ് പെൻഡുലത്തിന്റെ എന്താണ് നീളം എന്ന് പറയുന്നത്? പെൻഡുലത്തിന്റെ നീളം എന്ന് പറയുന്നത് 1 മീറ്റർ ആണ്. ഏകദേശമാണ്, കൃത്യമായി പറയാണ് 99.35 ആണ്. ഏകദേശം 1 മീറ്റർ ആയിട്ട് എടുക്കാം. അതുപോലെ ഈ ഒരു പെൻഡുലയിലെ നീളമുള്ള പെൻഡുലം ഉപയോഗിച്ചിരിക്കുന്നത്, ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ പെൻഡുലം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത് ഒരു അലോയ് ആണ്. അതായത് അലോയ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ലോഹ സങ്കരമാണ്. അതായത് ഒന്നിൽ കൂടുതലോ ലോഹം മിക്സ് ചെയ്തിട്ട് ഒരു കൃത്യമായ അളവിൽ മിക്സ് ചെയ്ത് ഉണ്ടാക്കുന്നതാണ് ലോഹസങ്കരം. അങ്ങനെയുള്ള ഒരു ലോഹസങ്കരമാണ് നമ്മൾ ഈ പെൻഡുലം ഉണ്ടാക്കാൻ ഉപയോഗിച്ചിട്ടുള്ളത്. ആ ലോഹസങ്കരത്തിന് പറയുന്ന പേരാണ് ഇൻവാർ. ഇൻവാർ എന്നാണ് നമ്മൾ പറയുക. ഇൻവാർ അത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇൻവാർ. ഇൻവാർ എന്നുള്ള പേര് വന്നത് ഇൻവാരിയബിൾ എന്നുള്ളൊരു മീനിങ്ങിൽ നിന്നാണ്. അപ്പൊ ഇത്രയും ക്ലിയർ ആണോ? ജസ്റ്റ് ഒന്ന് അറിയാൻ പറയാണ് ഗ്രാൻഡ് ഫാദേഴ്സ് പെൻഡുലം. ഇതൊന്ന് ആലോചിച്ച് വെക്കുക. അതായത് നമ്മൾ ഈ പെൻഡുലത്തിന്റെ ഒരു ദോലനത്തിനെടുക്കുന്ന സമയം കാണുന്നത് എങ്ങനെയാണെന്നുള്ള കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക. അതായത് ഇപ്പം നമ്മൾ നോക്കേണ്ടത് എത്ര സമയത്തിനുള്ളിൽ എത്ര ദോലനം ചെയ്യുന്നു എന്നുള്ളത് നോക്കിയിട്ട് ആ സമയം ബൈ ദോലനത്തിന്റെ എണ്ണം ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ദോലനത്തിന് എടുക്കുന്ന സമയം കിട്ടും. അത് ചെയ്തത് ക്ലിയർ ആണല്ലോ? അപ്പോൾ നമുക്ക് അടുത്തത് നോക്കാം. ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ നമ്മൾ പറയുന്ന പേരെന്താണ്? ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെ നമ്മൾ പറയുന്നതാണ് പീരീഡ്. ഇമ്പോർട്ടൻ്റ് ആണ് പീരിയഡ് എന്ന് പറയുന്നു. ഇത് ടി എന്ന അക്ഷരം വെച്ച് ആണ് സൂചിപ്പിക്കുന്നത്. പീരീഡ് അളക്കുന്നതിന് സെക്കൻഡ് എന്ന യൂണിറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് നമ്മൾ പറഞ്ഞു എന്താണ്? ഒരു ദോലനത്തിന് ആവശ്യമായ സമയം, ഒരു ദോലനത്തിന് ആവശ്യമായ സമയത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പീരീഡ് എന്ന് പറയുന്നത്. പീരീഡ് റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ ടി ആണ്. പിന്നെ അത് അളക്കുന്നത് അല്ലെങ്കിൽ അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡിലാണ്. ക്ലിയർ ആണല്ലോ? പീരീഡ് ക്ലിയർ ആണല്ലോ? നേരത്തെ പറഞ്ഞത് ആംപ്ലിറ്റ്യൂഡ്, ഇപ്പോൾ നമ്മൾ പറഞ്ഞു പീരീഡ്. സോ ഇതേ പെൻഡുലം ഒരു സെക്കൻഡിൽ എത്ര ദോലനങ്ങൾ പൂർത്തിയാക്കുമെന്ന് കണ്ടെത്താൻ. നേരത്തെ നമ്മൾ കണ്ടെത്തിയത് ഒരു ദോലനത്തിന് ആവശ്യമായിട്ടുള്ള എന്താണ്? ടൈം ആയിരുന്നു. അതാണ് നമ്മൾ പറഞ്ഞ പീരീഡ്. ഇവിടെ പറയുന്നത് അതായത് ഒരു സെക്കൻഡിൽ അത് എത്ര ദോലനം പൂർത്തിയാക്കുന്നു എന്നാണ് കണ്ടെത്തേണ്ടത്. നോക്കാം. നമുക്കറിയാം 1 മിനിറ്റ് എന്ന് പറയുന്നത് എന്താണ്? 1 മിനിറ്റ് 60 സെക്കൻഡ് ആണ്. 1 മിനിറ്റ് ഈക്വൽ ടു 60 സെക്കൻഡ്. അതിലെത്രയാണ്? അതിൽ 30 ദോലനം. അങ്ങനെയാണെങ്കിൽ എന്താ? ഒരു സെക്കൻഡിൽ 1 സെക്കൻഡിൽ കാണാൻ എന്താണ്? ദോലനം ബൈ അതിനെടുക്കുന്ന സമയം. ദോലനം ബൈ അതിനെടുക്കുന്ന സമയം. 0 കട്ട് ചെയ്യുന്നു. 1 6 2 അല്ലേ? 1/2 എന്നാണ് നമുക്ക് കിട്ടുക. 1/2 എന്ന് പറഞ്ഞാൽ 0.5 ആണ്. അതായത് പകുതി. ഒരു സെക്കൻഡിൽ 0.5 ദോലനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ഒരു ദോലനം കംപ്ലീറ്റ് ചെയ്യുന്നില്ല, അതിൻ്റെ പകുതിയാണ്. അതാണ് 1/2 എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു പെൻഡുലം എന്ന് പറയുന്നത് ഒരു സെക്കൻഡിൽ ഹാഫ് ദോലനം, പകുതി ദോലനാണ് കംപ്ലീറ്റ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നോക്കാം നമുക്ക്. ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണമാണ് എന്ത്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനങ്ങളുടെ എണ്ണത്തെ നമുക്ക് എന്ത് പറയാൻ സാധിക്കും? ആവൃത്തി. ആവൃത്തിയുടെ SI യൂണിറ്റ് ഹേർട്സ് ആണ്. ഹേർട്സ് എന്നാണ് പറയുക. HZ ആണ് സിമ്പൽ. ആവൃത്തിയെ സൂചിപ്പിക്കുന്നത് F എന്ന അക്ഷരം കൊണ്ടാണ്.
ആവൃത്തിയെ നമ്മൾ സൂചിപ്പിക്കുന്നത് എന്താണ്? എഫ് എന്നുള്ള അക്ഷരം വെച്ചിട്ടാണ്. ക്ലിയർ ആയോ? നോക്കാം. അടുത്ത ഇവിടെ ഒരു സയന്റിസ്റ്റിന്റെ പേരാണ് ആൻഡ് കുറച്ച് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. നോക്കാം. ഹെൻറിച്ച് റുഡോൾഫ് ഹേർട്സ്. നോക്കിക്കേ, ഈ ഹേർട്സ് അല്ലേ നമ്മളിപ്പോൾ പറഞ്ഞിട്ടുള്ളത് SI യൂണിറ്റ് ഓഫ് ഫ്രീക്വൻസി അല്ലെങ്കിൽ ആവൃത്തി എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നോക്കാം. വൈദ്യുത കാന്തിക തരംഗങ്ങളുടെ സാന്നിധ്യം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ കണ്ടെത്തി റേഡിയോ, ടെലിഫോൺ, ടെലിഗ്രാഫ്, ടെലിവിഷൻ എന്നിവയുടെ പുരോഗതിക്ക് ആവശ്യമായ അടിത്തറയിട്ടു. ഫോട്ടോ ഇലക്ട്രിക് പ്രഭാവം കണ്ടുപിടിച്ചു. അദ്ദേഹത്തോടുള്ള ആദര സൂചകമായിട്ടാണ് എന്ത്? ആവൃത്തിക്ക് ഹേർട്സ് എന്ന യൂണിറ്റ് നൽകിയിട്ടുള്ളത്. നിങ്ങൾ അതാണ് ഓർക്കേണ്ടത്. നമ്മൾ ഹെൻറിച്ച് ഹേർട്സ് എന്ന് പറയുന്ന സയന്റിസ്റ്റ്, ഇദ്ദേഹം നമ്മുടെ ഫിസിക്സിന് കുറേ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തിനോടുള്ള ഒരു ആദരവിന് അല്ലെ ഒരു ബഹുമാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കൊടുത്തിട്ടുള്ളത്? നമ്മൾ ആവൃത്തി അല്ലെങ്കിൽ ഫ്രീക്വൻസിയുടെ യൂണിറ്റ് ഹേർട്സ് എന്ന് കൊടുത്തിട്ടുള്ളത്. ക്ലിയർ ആയോ? അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ദോലനം എന്താണെന്ന് പറഞ്ഞു. ദോലനം എന്ന് പറയുന്നത് എന്താണ്? ഒരു തുലന സ്ഥാനത്തെ ആസ്പദമാക്കിയിട്ട് എന്താണ് കൃത്യമായ ഇടവേളകളിൽ ഒരു വസ്തുവിന് ഇരുവശത്തേക്കുമുള്ള ചലനത്തെ നമ്മൾ എന്ത് പറയുന്നു? ദോലനം അല്ലെങ്കിൽ ഓസിലേഷൻ. ഇതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഫസ്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ള കണ്ടന്റ്. ചോദിക്കും എന്താണ് ദോലനം, ഏത് തരം ചലനത്തെ നമുക്ക് ദോലനം എന്ന് പറയാം എന്ന് ചോദിക്കും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ആംപ്ലിറ്റ്യൂഡ്. നോക്കാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത് ദോലനം. കൃത്യമായ ഇടവേളയിൽ എന്താണ്? തുലന സ്ഥാനത്തെ ആസ്പദമാക്കി ഇരുവശത്തേക്കുമുള്ള ചലനത്തെ എന്ത് പറയാൻ സാധിക്കും? ദോലനം, അല്ലെങ്കിൽ നമ്മൾ പറയുന്നതാണ് ഓസിലേഷൻ. ഓക്കെ ആണല്ലോ. അടുത്തത് നമ്മൾ പറയുന്നതാണ് ആയതി. ആയതി എന്ന് പറഞ്ഞാൽ എന്താണ്? സ്മോൾ ലെറ്റർ A ആണ്. യൂണിറ്റ് എന്ന് പറയുന്നത് മീറ്റർ. അതെന്താണ്? തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരം. തുലന സ്ഥാനത്ത് നിന്ന് ഒരു വശത്തേക്കുള്ള പരമാവധി സ്ഥാനാന്തരത്തെ ആയതി എന്ന് പറയുന്നു. മൂന്നാമത് പറഞ്ഞത് പീരിയഡ് ആണ്. റെപ്രസെന്റ് ചെയ്യുന്നത് ക്യാപിറ്റൽ T. യൂണിറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ആണ്. സ്മോളസ്, അതായത് ഒരു ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം. ഒരു ദോലനം പൂർത്തിയാക്കാൻ ആവശ്യമായ സമയം. ഇതാണ് എന്ത്? പീരിയഡ് എന്ന് നമ്മൾ പറയുന്നത്. ദെൻ അടുത്തത് നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ് ആവൃത്തി. റെപ്രസെന്റ് ചെയ്യുന്നത് സ്മോൾ എഫ് വെച്ചിട്ടാണ്. യൂണിറ്റ് നമ്മൾ പറഞ്ഞു ഹേർട്സ്. ഇത് വന്നിട്ടുള്ളത് എവിടെ നിന്നാണ്? ഹേർട്സ് എന്ന് HZ ആണ് സിമ്പല്. ഹെൻറിച്ച് ഹേർട്സ് എന്നുള്ള സയന്റിസ്റ്റിനോട് ബഹുമാനാർത്ഥ പ്രകാരമാണ് ഹേർട്സ് കൊടുത്തിട്ടുള്ളത്. ഹേർട്സ് എന്താണ്? SI യൂണിറ്റ് ആണ്. അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ് സെക്കൻഡ് ഇൻവേഴ്സ്. ഇതും യൂണിറ്റ് ആയിട്ട് പറയാൻ സാധിക്കും. ഓക്കെ ആണല്ലോ. ആവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സെക്കൻഡിൽ ഉണ്ടാകുന്ന ദോലനത്തിന്റെ എണ്ണം. 1 സെക്കൻഡിൽ ഉള്ള ദോലനത്തിന്റെ എന്താണ്? ദോലനത്തിന്റെ എണ്ണം. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആവൃത്തി എന്ന് പറയുന്നത്. ഇത്രയും കാര്യമാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. നന്നായിട്ട് നോക്കുക ചാപ്റ്റർ. അടുത്തത് ഇത് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. അതുപോലെ നമ്മൾ പറഞ്ഞു, ഉദാഹരണങ്ങൾ പറഞ്ഞപ്പോൾ പെൻഡുലം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മളൊരു സിമ്പിൾ പെൻഡുലത്തിനെ പറ്റി കുറച്ച് ഡീറ്റെയിൽസ് ഒക്കെ പറയുന്നുണ്ട്. ഇത്തരം ഭാഗങ്ങളാണ് അടുത്തത് വരുന്നത്. അപ്പോൾ എടുക്കുന്ന കാര്യങ്ങൾ അന്നന്ന് നോക്കുക, മനസ്സിലാക്കി പഠിക്കുക, പെൻഡിങ് വെക്കാതിരിക്കുക. അന്നൊന്ന് നോക്കിയാൽ ചാപ്റ്റർ എളുപ്പമായിരിക്കും. നിങ്ങൾക്ക് അവസാനം ഒരു ബേർഡൻ ഉണ്ടാവില്ല. എക്സാം അടുപ്പിച്ച് റിവൈസ് ചെയ്ത് പോയാൽ മതി. അപ്പോൾ എല്ലാം നോക്കിയിട്ട് വരിക. ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. താങ്ക്